ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോളജിയിലെ ചാപ്റ്റർ 1 ക്ലാസ് 10 അല്ലേ. അപ്പോൾ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ദി നൈട്രജൻ ബേസ് ആബ്സെന്റ് ഇൻ RNA. RNAയിലുള്ള ആബ്സെന്റ് ആയിട്ടുള്ള നൈട്രജൻ ബേസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അഡിനൈൻ, തൈമിൻ, യുറാസിൽ, സൈറ്റോസിൻ. അപ്പോൾ RNAയിൽ ഇല്ലാത്ത ഏതാണ്? തൈമിനാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ ഫോം ഓഫ് എ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോട്ടീൻ സിന്തസിസിലെ സ്റ്റേജസിന് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഒന്നാമത്തെ ഓപ്ഷനാണ് കമ്പൈൻസ് അമിനോ ആസിഡ്. അമിനോ ആസിഡിനെ കമ്പൈൻ ചെയ്യുന്നു. mRNA റീച്ചസ് റൈബോസോം. mRNA റൈബോസോമിലേക്ക് എത്തുന്നു. mRNAs ഫോം. mRNA ഫോം ചെയ്യുന്നു. അമിനോ ആസിഡ്സ് ആർ ക്യാരിഡ് ഔട്ട് ടു ദ റൈബോസോം. റൈബോസോമിൽ നിന്നും അമിനോ ആസിഡിനെ പുറത്തേക്ക് ക്യാരി ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഓപ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡർ ഏതാണ്? ഒന്നാമത്തെ ഓർഡർ എന്താണ്? mRNAs ഫോം. യെസ്, mRNAs ഫോം എന്നാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? mRNA റീച്ചസ് റൈബോസോം. ഇനിയോ അമിനോ ആസിഡ് ആർ ക്യാരിഡ് ഔട്ട് ടു ദ റൈബോസോം. ഇതല്ലേ മൂന്നാമത്തെ? റൈബോസോമിലേക്ക് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുന്നു. പിന്നെ എന്താണ് നാലാമത്തത്? അമിനോ ആസിഡിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രോട്ടീൻ സിന്തസിസ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം mRNA ഫോം ചെയ്യുന്നു, mRNA റൈബോസോമിലെത്തുന്നു, റൈബോസോമിലേക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവന്നു, അവിടെ നിന്ന് അമിനോ ആസിഡിനെ കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കിയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാരന്റൽ പ്ലാന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടോൾ പ്ലാന്റ് റൗൺ സീഡ്, പിന്നെന്താ ഡ്വാർഫ് പ്ലാന്റ് ബ്രിങ്കിൾഡ് സീഡ്. പിന്നെ അവിടെ ഒരാളിന് അവിടെ ഒന്നിട്ടിട്ടില്ലേ? ഈ ആളിന് നമുക്ക് എഴുതാനുണ്ട്, ഈ ആളെ നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ ഫിൽ ഇൻ 1 and 2. അപ്പോൾ ഇത് നമ്മളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫിൽ ചെയ്യാം അല്ലേ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ, ഡ്വാർഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? സ്മോൾ ടി, സ്മോൾ ആർ. ഇനി താഴോട്ട് വരാൻ നേരത്ത് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെയും കൂടെ നമുക്ക് ഫിൽ ചെയ്യണം അല്ലേ? ഇവിടെ സ്മോൾ ടി, സ്മോൾ ആർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി താഴേക്ക് നോക്ക്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്ലാന്റ് ഇൻ ദ F1. ഏതിലാണ് നമ്മളോട് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ ക്യാരക്ടർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? ടോൾ പ്ലാന്റ് വിത്ത് ക്രൗൺ സീഡ് ആണ്. എന്താണ്? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ക്ലിയർ ആണോ? അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഡു ഫോളോ ഫോർ മോർ.